കേട്ടതാ, ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിൽ റേസ് ചെയ്ത് വേറെ ഹാൻഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 4-5 പൊക്കിയിട്ടുണ്ടോ? ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഇത് പെട്ടെന്ന് ഒന്ന് പ്ലാൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ സമയം എന്ന് വന്നിട്ട് ഇത് 5:30 ആയി. കോളേജിലൊക്കെ ഒന്ന് പോയിട്ട് വന്നപ്പം അർജുൻ ഒരു വണ്ടി എടുത്തായിരുന്നു കേട്ടോ, കരിഷ്മ 2010 വണ്ടി സെക്കൻഡ്സ്. അതൊന്ന് റിവ്യൂ അടിച്ചിട്ട് വരാമോ എന്ന് ജസ്റ്റ് ഒന്ന് അവനെ വിളിച്ചേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു ഓ ശരി എന്താ നീ വാ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എടുക്കാൻ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങി തിരിച്ചൊരു വീഡിയോ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കുമെന്ന്. ഞാൻ ആദ്യമായിട്ട് ബൈക്ക് റിവ്യൂ ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കാറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ അക്കൗണ്ടിൽ ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കിനി നോക്കാം. ഇത് എൻ്റെ വണ്ടി അവൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചതിന് ശേഷം അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും പോയി നമുക്ക് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. ഓക്കേ, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ആ വെള്ളയാണ് കേട്ടോ അവൻ എടുത്ത വണ്ടി. നമുക്ക് ജസ്റ്റ് ഒന്ന് അവനെ വിളിച്ചിട്ട് വണ്ടിയുടെ കാര്യം ഒന്ന് പറയാം. ഓ വാ വാ, ഞാൻ ഇവിടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉണ്ട്. എവിടെ പോണു? നീ ഇതെടുത്തോ? നീ ഇതെട്. എന്തേടി ഉറക്കുമായിരുന്ന? കണ്ടിരിക്കണോ നമുക്ക്? അമ്മേ കിൽസ് വെച്ചൊന്നും ഇല്ലേ എടാ? ഡേയ് കിൽസ് വെച്ച് അവിടെ മറ്റേ ഇതില്ലേ, കിൽസ് വെച്ച് ഇല്ലേ? ഓക്കെ, ഇത് ലൂസാണല്ലേ ഹാൻഡില്? ഇത് ലൂസാണല്ലേ? പൊട്ടനാണ് മുതലാളി. ഇത് ലൂസാണല്ലേ? ചെറുക്കം പുറകെ നമ്മളെ വണ്ടി എടുത്തിട്ട് വരും കേട്ടോ. ഇനി കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് പോവാം. ഓ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാനായിട്ട് എൻ്റെ വണ്ടിയിൽ നിന്ന് വേറൊരു പോസ്റ്ററിലോട്ട് വന്ന ഒരു ഫീലാണ് കേട്ടോ. സ്പോട്ട് ചെയ്തിട്ടല്ലേ എൻ്റെ വണ്ടി ഇരിക്കണത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നടുവേനയോ തോളുവേനയോ ഒന്നും എടുക്കാത്തൊരു വണ്ടിയാണ് കേട്ടോ. ഇതല്ല കേട്ടോ ഹാൻഡിൽ. ശരിക്കും കരിഷ്മയ്ക്ക് വരുന്ന ഹാൻഡിൽ ഇതല്ല, ഇത് വേറെ ഹാൻഡിൽ കയറ്റിയേക്കുന്നതാണ്. അതാണ് കുറച്ച് അപ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. അത് കുറച്ച് കൊള്ളാം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് എവിടെ വണ്ടി ഒന്ന് നിർത്തട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ യെസ്, ഇതാണ് ഗൈസ് നമ്മളെ കരിഷ്മ ഈശ്വരന്മാർ 2010 മോഡൽ കേട്ടോ. നീ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? എനിക്ക് വണ്ടിയിലേക്ക് ഓക്കെ ആണ്. അത്യാവശ്യം ലോങ് റൺ പോയിട്ടുള്ള വണ്ടിയാണ്. എനിക്ക് കിട്ടുമ്പോഴേക്ക് ഓൾമോസ്റ്റ് ഒരു 49,000 പോയിട്ടുള്ളൊരു വണ്ടിയാണ്. ലോങ് അത്യാവശ്യം 49,000 ഓടിയല്ലേ? 49,000 ഓടി. ഇപ്പം എത്രയായി? ഇപ്പം ഞാൻ 50യുടെ വണ്ടിയിലാക്കിയിട്ടുണ്ട്. നോക്കട്ടെ, 49,600 700 ആണ് എനിക്ക് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ 50 അതാ എൻ്റെ ലോഡിങ് സ്ക്രീനാണ്. ഇത്ര സമയം എടുക്കുമോ? അവൻ കുറേ കാര്യങ്ങൾ ഇതിൽ കാണിക്കും. അവരുടെ ഫാസ്റ്റ് ആൻഡ് യുവർ സീറ്റ് ബെൽറ്റ്, ഫ്ലൈ ഹൈ, അങ്ങനെ എന്തൊക്കെ പറഞ്ഞ കുറേ കാണിക്കും. ആ 50,990 കിലോമീറ്റർ ഇപ്പം ആയേട്ടാ. നീ എടുത്തപ്പോൾ എത്രയായിരുന്നു? 700 സംതിങ്. ഓക്കെ എടുത്തിട്ട് 1 വീക്കായി, കറക്റ്റ് 1 വീക്കായി. ഓക്കെ ഓക്കെ, അതാണ് കേട്ടോ. ഈ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഓണർ അത്യാവശ്യം നന്നായിട്ട് തന്നെ വണ്ടി സൂക്ഷിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ചെറിയ 2010 വണ്ടിയാണ്. അപ്പം അത്രയും വർഷത്തെ പഴക്കമുള്ളതിൻ്റെ ഒരു ചെറിയ മൈന്യൂട്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രീവിയസ് ഓണർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിൽ റേസ് ചെയ്ത് വേറെ ഹാൻഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 4-5 പൊക്കിയിട്ടുണ്ടോ? 4-5 പൊക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുന്നു. കാരണം ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഇതിലോട്ട് വന്നപ്പോഴേ നല്ല അപ്രൈറ്റ് ആയിട്ടിരിക്കുന്ന പോർഷൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡ്യൂക്കിൻ്റെ മിറർ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഡ്യൂക്കിൻ്റെ മിററാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചാണ്. ഫ്രണ്ടിൽ ഞാൻ കാണിച്ച പോലെ അതാണ് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചാണ് അതിൻ്റെ അകത്ത് വരുന്നത്. യെല്ലോയും വൈറ്റും അല്ലടാ ഫോഗ് ലാമ്പ്? എല്ലാം വൈറ്റുമാണ് ഫോഗ് ലാമ്പ് വരുന്നത്. പിന്നെ സാഡിൽ സ്റ്റേ വരുന്നത് നമ്മൾ ഡോമിയുടെ 400ൻ്റെ സാഡിൽ സ്റ്റേ ആണ് കേട്ടോ. പിന്നെ ഈ സസ്പെൻഷനൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പം ഇവിടെയായിട്ട് നമ്പർ പ്ലേറ്റ് ആണ്. അത് നിങ്ങൾ നോക്കണ്ട, കാരണം ഇത് കർണാടകയിൽ ഇതിന് ഓക്കെ ഐസറിലും കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ട്. അത് കർണാടകയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ഒരു സിസ്റ്റം ചെയ്ത് വെച്ചേക്കുന്നത്.
പിന്നെ ഈ വണ്ടി ഓട്ടിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കാരണം അതിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു സ്പോട്ടി പൊസിഷനിൽ നേരെ ഇതിലോട്ട് വരുമ്പോൾ കിഡിലുമാണ് കേട്ടോ. ഒരുമാതിരി നമുക്ക് എത്ര ദൂരം വേണം നമുക്ക് നടുവേദന ഇല്ലാതെ എത്ര ദൂരം വേണം നമുക്ക് ഓട്ടിച്ച് പോകാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഇതിൻ്റെ പുറത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നീ എടുത്തത് എത്ര രൂപ? ഞാൻ 30,000 OLX-ൽ എടുത്തത്. പുള്ളി 35,000 ആണ് പുള്ളി ഇട്ടിരുന്നത്. പക്ഷെ പുള്ളിയിലേക്ക് എന്താണ്, പുള്ളി 40,000 വരെ ഓഫർ ചെയ്ത ഒരാൾ വന്നായിരുന്നു, ആൾക്കാർ വന്നു. പക്ഷെ പുള്ളിക്കിലേക്ക് അങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ല. പുള്ളി എൻ്റെ അടുത്തും പറഞ്ഞത് പൈസ എനിക്കൊരു പ്രോബ്ലം അല്ല, വണ്ടി നന്നായിട്ട് നോക്കണം ആ ഒരു മൈൻഡിലായിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, ഒരു വണ്ടി ഭ്രാന്തൻ്റെ കയ്യിലിരുന്ന വണ്ടിയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം 2010 വണ്ടി ഇത്രയും മെയിൻറ്റെയിൻ ആക്കിയൊക്കെ വെച്ചേക്കുന്ന ആൾക്കാർ കുറവായിരിക്കും അല്ലേ, ആരും കാണൂല അങ്ങനെ. അപ്പോൾ തന്നെ ചെന്ന് ഓടി ഇഷ്ടപ്പെട്ടു. അന്ന് തന്നെ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടു. അന്ന് തന്നെ സർവീസ് സെന്ററിൽ കയറി ഓയിൽ പോയി ചോദിച്ചു. ഓയിൽ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം എന്തുവാ 85% ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. അയാൾ ഫുള്ള് സർവീസ് ചെയ്ത്, ഫസ്റ്റ് സർവീസ് നീ പറഞ്ഞല്ലോ അയാൾ തന്നെയാണ് മാറ്റി ചെയ്തു തന്നല്ലേ. വണ്ടി എടുത്തതിന് ശേഷമുള്ള സർവീസ് പുള്ളി അതാണ്. ഓക്കെ, ഇതാ ടയറൊക്കെ കണ്ടാ, ഇതിലൊരു 90% ഉണ്ട്, 90 അല്ല കൂടുതൽ, എബോവ് 90 ഉണ്ട് കേട്ടോ. പിന്നെ വണ്ടീൻ്റെ എൻജിനെ പറ്റി പറയുകയാണെങ്കിൽ 223 cc ആണ് കേട്ടോ വണ്ടി വരുന്നത്. ഒരു 45 പ്ലസ് മൈലേജ് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു വണ്ടിയാണ്. എനിക്ക് അതിശയം തോന്നി. ഇപ്പോൾ 2010 വണ്ടിയിൽ മറ്റേ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണല്ലേ. 2010 മോഡൽ വണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്ന് ആദ്യം എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരു അന്തം മുടലാണ് കേട്ടോ. എനിക്ക് അവൻ വീട്ടിൽ വന്ന് വണ്ടി കാണിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യപ്പോൾ ഒരു ശബ്ദമുണ്ട്, ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ഓടാവണം അല്ലേ. ആ ശബ്ദം കേട്ടോ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണോ, ഞാൻ അതിശയിച്ചു കേട്ടോ. 2010 വണ്ടിയിൽ അതുള്ളത്. വാക്ക് അറൗണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി വണ്ടി ഒന്ന് ഓട്ടിച്ച് നോക്കിയിട്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വണ്ടി തിരിച്ചെടുക്കാനും എവിടെയെങ്കിലും പോയിട്ടൊക്കെ ചെറിയ റോഡിലൊക്കെ ഇട്ട് വളയ്ക്കാനൊന്നും ഒരു സീനും ഇല്ല കേട്ടോ. ഞാൻ മോനെ വണ്ടിയുടെ ആക്സലറേഷനൊക്കെ പക്കയാണ് കേട്ടോ. ഇത്രയും പഴക്കം ഉണ്ടായിട്ട് ഇപ്പോഴും ആ കരിഷ്മയുടെ ആ ഒരു പവർ അത് കാണിക്കുന്നുണ്ട് കേട്ടോ. 220 cc എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അന്ധകാലത്തും. ഇപ്പോൾ BS6 നോംസൊക്കെ വന്ന് അത് പവർ ഡ്രോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിൽ പവർ അങ്ങനെയൊന്നും ഡ്രോപ്പ് ആവില്ല, കാരണം BS3 കാറ്റഗറിയിലൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ റൈഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വണ്ടിയുടെ പോസ്റ്റർ എന്ന് പറയുന്നത്, എൻ്റെ ജിക്സറിൻ്റെ പോസ്റ്റർ എന്ന് പറയുന്നത് സ്പോർട്ടി പോസ്റ്ററാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് ഇതിപ്പോൾ സ്റ്റോക്ക് ഹാൻഡിലല്ല, ഇതിപ്പോൾ വേറെ വണ്ടിയുടെ ഹാൻഡിൽ കയറ്റി വെച്ചേക്കുന്നതാണ്. വണ്ടി 4 ഇഞ്ച് റേസ് ചെയ്തിട്ടുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ വണ്ടിയിൽ കാണുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, എത്ര ദൂരം വേണം നമുക്ക് ഇങ്ങനെ ഒരു സ്പീഡിൽ ഇങ്ങനെ ക്രൂസ് ചെയ്ത് ഇങ്ങനെ പോവാം. ഇതിപ്പം തിരക്ക് നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഓഫീസ് ടൈം വേണ്ടാണ്, പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തൊരു വീഡിയോ വേണ്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പിന്നെ വണ്ടിയുടെ ഗിയറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നല്ല സ്മൂത്താണ് കേട്ടോ. ആ ഗിയർ മാറ്റുമ്പോൾ ആ ടക്ക് 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 അടിയൊന്നുമില്ല. ആ ഒരു കുറഞ്ഞ ഒരു 3500 RPM-ലൊക്കെ ഗിയർ മാറുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയ ടക്ക് ടക്ക് ശബ്ദമുണ്ട്. പക്ഷേ അതിന് മേളിൽ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ വണ്ടിയിലെന്നൊക്കെ പറഞ്ഞാൽ 6000 RPM ഒക്കെ കയറിയാലേ ആ ടക്ക് ടക്ക് ശബ്ദം മാറത്തുള്ളൂ. പക്ഷെ ഇത് നല്ല സ്മൂത്ത് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തരാം. പിന്നെ ബ്രേക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ABS ഇല്ലാത്ത മോഡലാണ് കേട്ടോ. പക്ഷേ ABS ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊന്നും വരത്തില്ല. കാരണം ഇതിനകത്ത് വണ്ടിക്കകത്ത് കയറുമ്പോൾ തന്നെ നല്ല ഫുൾ കോൺഫിഡൻസ് ആണ്. അപ്പം ഒരു കോൺഫിഡൻസ് ഉള്ള വണ്ടി കയറുമ്പോൾ നമുക്ക് ABS എന്നൊക്കെ പറയുന്നത് ഒരു മാറ്ററേ അല്ല കേട്ടോ. നമുക്ക് മനസ്സിൽ കാണും, ഇത് പിടിച്ചാൽ ഇവിടെ നിൽക്കും എന്നുള്ള മനസ്സിൽ കാണും. ജസ്റ്റ് ഇതിൻ്റെ ആക്സിലറേഷൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കയറി പോകുന്നുണ്ടോ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഒക്കെയാണ് കേട്ടോ 60-65 ഒക്കെ കയറുന്നത്. അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവൻ്റെ വണ്ടി. ഇതാ ഫ്രണ്ട് വൈസറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് നമുക്ക് പൊങ്ങി നിന്ന് നമുക്ക് ആ ഡയലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഞ്ഞു നോക്കേണ്ട ആ ഒരു അവസ്ഥയൊന്നും വരത്തില്ല കേട്ടോ. ഏതായാലും കൊള്ളാം. ഫെയറിങ് വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത്രയും പഴക്കം ഉണ്ടായിട്ട് ഞാൻ ഇത്ര ഇടയ്ക്കിടയ്ക്ക് ഈ പഴക്കം എന്ന് പറയുന്നത് ആ ഹീറോയുടെ ആ ഒരു വില അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും ഞാൻ അങ്ങനെ പറയുന്നത്. കാരണം ഇപ്പോഴും ഈ വണ്ടി ഈ കണ്ടീഷനിൽ നല്ല കണ്ടീഷനിൽ ഇപ്പോഴും ഓടുന്നുണ്ട്.
ഞാൻ എന്താ ഈ വണ്ടി ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഓട്ടിക്കുന്നത്. പക്ഷേ എനിക്ക് വണ്ടി കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ളൊരു ഭയമൊന്നുമില്ല. ഇതാ എവിടെ വേണോ എങ്ങനെ വേണോ എനിക്ക് കയറിപ്പോകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. അത് ഈ വണ്ടിയിൽ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ആദ്യം ഞാൻ ഡ്യൂക്കും കാര്യങ്ങളൊക്കെ ഓടിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പവറും കാര്യങ്ങളും നമുക്ക് കൈ നിൽക്കാത്തൊരു പവറും കാര്യങ്ങളൊന്നും. അത് വെച്ച് ഡ്യൂക്ക് 200 BS3 ആണ്. എന്നിട്ടും എനിക്ക് പേടി വന്നു കേട്ടോ. പക്ഷെ ഇതിനകത്ത് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. കൊള്ളാം, വണ്ടിയെക്കുറിച്ച് അത്രേ പറയാവുള്ളൂ, കൊള്ളാം. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇറക്കിയ ഒരു വീഡിയോ ആണ്. അതിൻ്റെ അകത്ത് തിരക്കും ഞാൻ റിവ്യൂവിൽ ഭയങ്കര കില്ലാടിയൊന്നുമല്ല. അതിൻ്റേതായ മോശവും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ, കുറ്റവും കുറവും കാര്യങ്ങളൊക്കെ കാണും. ദയവ് ചെയ്ത് മണ്ണിക്ക് വിടുക. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. അയ്യോ മഴ പറഞ്ഞു. ശരി, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ ബൈ.